ഭാര്യ ഹദീസിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. ഹദീസ് കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കുന്നില്ല. അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുമായുള്ള ജീവിതം അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റകരമായി തീരുമോ? രഹസ്യമായി പല തവണ ഉപദേശിച്ചു, ഗുണദോഷിച്ചു, എന്നിട്ടും ഈ ഒരു സമീപനത്തിൽ മാറ്റമില്ല. എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കുടുംബജീവിതം സന്തോഷകരമാകണമെങ്കിൽ മനസ്സും ഏറെക്കുറെ ഒന്നാകണം. എത്ര സൗന്ദര്യമോ സമ്പത്തോ പ്രതാപമോ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഒരു വിശ്വാസി മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കരുത് എന്നു വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന, മുഅ്മിനായ ഒരു സ്ത്രീയെ മാത്രമേ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം മനസ്സും തമ്മിലുള്ള പൊരുത്തമുണ്ടാകണം. ഇവിടെ ചർച്ച പ്രമാണത്തെ സംബന്ധിച്ചാണ്. അവരുടെ തർക്കം എന്താണെന്നറിയില്ല. ഹദീസ് പ്രമാണമാണോ അല്ലയോ എന്നതാണ് ഭാര്യ സംശയിക്കുന്നത് എങ്കിൽ അത് പ്രമാണമേ അല്ല, ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എങ്കിൽ ഒരിക്കലും ആ ഭാര്യയുമായി ഒത്തുപോകാൻ കഴിയില്ല. കാരണം ആ ഭാര്യ തീർച്ചയായും നമസ്കരിക്കുന്നുണ്ടാകില്ല. നമസ്കാരത്തിൻ്റെ രൂപം അത് ഹദീസിലാണല്ലോ വരുന്നത്. നോമ്പിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഹദീസിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അടിസ്ഥാനപരമായ വിഷയങ്ങൾ പോലും ചെയ്യാത്തവളായിരിക്കും ഹദീസ് പൂർണ്ണമായി നിഷേധിക്കുന്നത് എങ്കിൽ. അപ്പോൾ ഒരിക്കലും ഭാര്യയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനൊക്കെയാണ് ഇസ്ലാമിൽ തലാഖും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ഹദീസിനെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രത്യേക വിഷയത്തിൽ, അത് അവർക്ക് ചർച്ചയുണ്ട് എങ്കിൽ പരിശോധിക്കുക. അത് ദഈഫായ ഹദീസാണോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. ഇനി അതല്ല, അത് അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരുടെ ബുദ്ധിക്ക് അനുസരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ള പ്രഹസനങ്ങളും കളിയാക്കലും അതുവഴി പ്രവാചകനെയും സഹാബിമാരെയും അതേപോലെ തന്നെ മുഹദ്ദിസീങ്ങളെയൊക്കെ കളിയാക്കുന്ന രൂപത്തിലാണ് എങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതിനൊന്നും മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ പിന്നീട് അവർക്ക് അനുയോജ്യമായ വഴികൾ സ്വീകരിക്കാവുന്നതാണ്. അല്ലാഹു എല്ലാ ഫിത്നകളിൽ നിന്നും മാ ളഹറ മിൻഹാ വമാ ബത്തൻ, ഗോപ്യവും പ്രത്യക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീർച്ചയായും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാശ്ചാത്യ ലോകത്തുള്ള ഒരു ടെലസ്കോപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തിലൂടെയോ നടത്തിയ ഒരു കാര്യം മാത്രമേ ഹദീസിൽ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന പ്രവണത, അത് സത്യത്തിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ഷഹാദത്തിന് എതിരാണ്. ഈച്ചയുടെ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ്, ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, പാനീയത്തിൽ വീണ് കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മുക്കുക എന്ന ആശയമുള്ള ഹദീസ് ഒരു കാലത്ത് പാടെ നിഷേധിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു, ഈച്ച ജ്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ആരൊക്കെയോ എവിടെയൊക്കെയോ ചില പ്രബന്ധങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ, കണ്ടുപിടുത്തങ്ങളിലൂടെ അത് ശരിയാണെന്ന് തെളിയിച്ചപ്പോൾ ഇതേ വാക്താക്കൾ പിന്നീട് അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞത് കണ്ടോ, 1400 വർഷം മുമ്പ് പ്രവാചകനെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവരുടെ പ്രമാണം പ്രവാചകൻ പറഞ്ഞു എന്നല്ല, മറിച്ച് ശാസ്ത്രം അത് കണ്ടുപിടിച്ചു എന്നതാണ്, അംഗീകരിച്ചു. സത്യത്തിൽ അങ്ങനെ. അപ്പോൾ തേന് മരുന്നാണോ അല്ലയോ എന്നത് ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മറിച്ച് അത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതല്ലാതെ അത് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശിഫയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ മുസ്ലിമീങ്ങളെല്ലാം അംഗീകരിക്കുന്നത് മനസ്സിലാക്കണം.